ഹലോ, അസ്സലാമു അലൈക്കും. നമ്മളൊരു വെജ് ചിക്കൻ ബിരിയാണിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. അങ്ങനെയാണ് കുറച്ച് വെജിറ്റബിൾസൊക്കെ വട്ടത്തിൽ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. വെജിറ്റബിൾസ് ബീൻസ്, ക്യാരറ്റ്, ഉരുളൻകിഴങ്ങ്, വഴുതനങ്ങ ഒരു വലിയ എടുത്ത് വട്ടത്തിൽ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നീട് ഒരു കലത്തിൽ അരവണ്ണം വെച്ച് അതിലേക്ക് ഉപ്പ്, ഒരു സ്പൂൺ സൺഫ്ലവർ ഓയിൽ, ഒരു ചെറുനാരങ്ങയോട് പകുതി വെച്ച് അരി തമ്മിൽ ഒട്ടാതിരിക്കാനാണ് ചെയ്ത്. പിന്നീട് അത് തിളച്ച് വരുമ്പോൾ വെള്ളം തിളക്കുമ്പോൾ അരിയിട്ട് വേവിക്കുക. 70-80% വെന്താൽ മതി. പിന്നീട് ഈ അരിഞ്ഞ് വെച്ച് വെജിറ്റബിൾസൊക്കെ സൺഫ്ലവർ ഓയിൽ ഒന്ന് വാട്ടി എടുത്തിട്ടുണ്ട്. ഓരോന്ന് ഓരോ പ്രാവശ്യത്ത് വാട്ടി എടുക്കുക. അതിന് ശേഷം ഒരു വെല്ലുള്ളി നൈസായിട്ട് അരിഞ്ഞ് വേറെ ചട്ടിയിൽ സൺഫ്ലവർ ഓയിൽ ഒഴിച്ച്, ഇതിലേക്ക് ഉപയോഗിക്കുന്നത് സൺഫ്ലവർ ഓയിലാണ്. നെയ്യൊന്നും ചേർക്കേണ്ട. വാടി വന്നതിന് ശേഷം തക്കാളി ചേർത്തെടുത്ത്, തക്കാളി ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി ചതച്ചതും ഇട്ടെടുത്ത് അത് മൂത്ത് വരുമ്പോൾ അതിലേക്ക് കുറച്ച് ഉപ്പിട്ടെടുക്കുക. പിന്നീട് ഒരു ഗരം മസാല റെഡിയാക്കിയിട്ടുണ്ട്. പട്ട, ഗ്രാമ്പു, ഏലക്ക, കുരുമുളക്, മല്ലി, മഞ്ഞൾപ്പൊടി ചേർത്ത്, പെരുംജീരകം, നല്ല ജീരകമൊക്കെ ചേർത്ത് പൊടിച്ചൊരു മസാല. ആ മസാല ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. 2 സ്പൂൺ ഇട്ടെടുത്തിട്ടുണ്ട്. പിന്നെ വേണമെങ്കിൽ ആഡ് ചെയ്യാം. ചിക്കൻ കഴുകി വെച്ചത് വെള്ളം വാർന്നതിന് ശേഷം ഇതിലേക്ക് ഇട്ട് കൊടുത്ത് നല്ലവണ്ണം ഇളക്കുക. ഒരു 2-3 മിനിറ്റ് നല്ലവണ്ണം ഇളക്കണം. ഇളക്കിയതിന് ശേഷം പാകത്തിന് മസാല കൊണ്ട് നോക്കുക. പിന്നെ മല്ലിയില, കുറച്ച് ഒരു കയ്യിൽ തൈര് എന്ന് ചേർത്ത് നല്ലവണ്ണം ഇളക്കുക. അതിന് ശേഷം ഒരു ചൂടായതിന് ശേഷം ഒരു കുക്കറിൽ അത് 2 വിസിൽ വരുന്നവരെ വേവിച്ചെടുക്കാൻ പെട്ടെന്ന് വേകാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തത്. അതിൽ കുറച്ച് വെള്ളമൊക്കെ ഉണ്ടാവും. ആ വെള്ളം മാറ്റി വെച്ചിട്ട് ചിക്കൻ ചെമ്പട്ടിയിലേക്ക് ഒരു ചെമ്പിൽ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. നിരത്തി വെച്ചതിന് ശേഷം എണ്ണയിൽ കോരി വെച്ച് വെജിറ്റബിൾസ് അതിന് മുകളിൽ നിരത്തണം. നിരത്തിയതിന് ശേഷം നമ്മൾ 70-80% മാത്രമേ ചോറ് വേകാൻ പാടുള്ളൂ. നല്ല വെന്ത പിന്നെ അത് തിന്നിടുമ്പോൾ നല്ല വെന്ത് കുഴയും. അപ്പം 70-80% വെന്തതിന് ശേഷം വാർത്തെടുക്കണം. വാർത്ത് അതിലേക്ക് മസാല, ഗരം മസാലയുടെ പൊടിയും ചോറും ഇട്ടുകൊടുക്കുക. ചോറിട്ടതിന് ശേഷം വീണ്ടും ഗരം മസാല ചേർത്ത് സൺഫ്ലവർ ഓയിൽ കുറച്ച് ഒഴിച്ച്, ചോറിൻ്റെ മുകളിൽ കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് ഓരോന്നും ഇങ്ങനെ ഓരോ ട്രിപ്പും ചോറ് ഇട്ടുകൊടുക്കുക. അങ്ങനെ ലാസ്റ്റ് വരെ ചെയ്തിട്ട് മുകളിൽ നല്ല എന്തെങ്കിലും വെച്ച് ഒരു 8 മിനിറ്റ് ഗ്യാസ് മേൽ ഇത് വേവിച്ചെടുക്കണം. ചെറു തീയിൽ വേവിച്ചെടുക്കണം. 8 മിനിറ്റിന് ശേഷം ഓഫാക്കിയിട്ട് ഒരു 1-1.5 മണിക്കൂർ കഴിഞ്ഞിട്ട് തുറക്കുക. അടിപൊളി ബിരിയാണി തയ്യാറാകും. വേറെ ടേസ്റ്റാണ്. സാധാ ബിരിയാണീൻ്റെ അങ്ങോട്ട് ടേസ്റ്റാണ്. വല്ല മസാല ഒന്നുമില്ല. വെജിറ്റബിൾസ് ആഡ് ചെയ്യുന്നതുകൊണ്ട് ചൂടുകാലമായതുകൊണ്ട് വെജിറ്റബിൾസ് ഇതിലുണ്ട് തന്നെ അറിയില്ല കേട്ടോ. അതൊക്കെ വെന്ത് ഉടഞ്ഞിട്ടുണ്ടായിരുന്നു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ചിക്കനും ഒക്കെ ചേർന്നപ്പോൾ നല്ലൊരു വേറെ ടേസ്റ്റും ഈ മസാലയും. അപ്പം എല്ലാവരും ഇത് കാണുന്നവരൊക്കെ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. ഇത് ഉണ്ടാക്കി നോക്കി ഇതിൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കണം. അപ്പോൾ അങ്ങനെ ഓരോ സ്റ്റെപ്പായിട്ട് ചെയ്യുക. അത് പിന്നെ കുറച്ച് പൊടി വിതറി കൊടുക്കുക. പൊടി പറഞ്ഞാൽ ഗരം മസാല. പിന്നെ ദമ്മിട്ടതിന് ശേഷം പറഞ്ഞല്ലോ 8 മിനിറ്റ് കഴിഞ്ഞിട്ട് തുറക്കും. 8 മിനിറ്റോളം വേവിച്ച് അടിപൊളി ബിരിയാണി.